ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ ബ്രദറാണ്. ബീഫാണേ. ബീഫ് ഒലത്തിയതെന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, എനിക്കറിയില്ല. ഞാൻ ബീഫ് കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് വയ്ക്കുന്ന രീതി എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാ റെസിപ്പി എല്ലാം ബ്രദറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, സവാള, പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ളത്. അതെല്ലാം അരിഞ്ഞ ശേഷം നമുക്ക് കുക്കറിലോട്ട് വേവിക്കാൻ വയ്ക്കണേ. അപ്പം ഈ ബീഫ് പെട്ടെന്ന് വേകാൻ വേണ്ടി കുറച്ച് പച്ച പപ്പായ പറയത്തില്ല, പപ്പായ ഇവിടെ എന്താ പറയുന്നത് അറിയത്തില്ല. ട്രിവാൻഡ്രത്ത് നമ്മൾ പപ്പായ എന്നാണ് പറയുന്നത്. അതരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വേവും. അപ്പോൾ ആദ്യം നമ്മൾ ബീഫിലോട്ട് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും മസാലയെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വലിയ വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട്. ആവശ്യത്തിന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നത് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, എന്നാലും ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം ഇട്ട് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് കൊച്ചുള്ളിയൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ അതെല്ലാം ഒന്ന് വറുത്തെടുത്ത് അതും കൂടി ഒന്ന് പൊടിക്കാം. ആ സമയത്താണ് ഒരാൾ വന്നെത്തി നോക്കുവാണേ, ബ്രദറിൻ്റെ ഇളയ മോനാണ്. അപ്പോഴത്തേക്ക് എല്ലാം വറുത്ത് എടുക്കാമേ. ഒന്ന് കരിഞ്ഞു പോകാതെ തീ കുറച്ച് ആവശ്യത്തിന് വെച്ച് പെരിഞ്ചീരകം എല്ലാം വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. ഇനി നമുക്ക് കുക്കറിൽ ആ സമയത്ത് കുക്കറിലെല്ലാം വിസിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിക്കാനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു വേറെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത്, സവാള അരിഞ്ഞത്, പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും കൊച്ചുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ട് തീ കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഗരം മസാലയൊക്കെ ബ്രദർ ഇവിടെ തന്നെ പൊടിച്ചത് തന്നെ കേട്ടോ, ആവശ്യത്തിന്. പിന്നെ കുരുമുളക്, അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ആ സമയത്ത് കുക്കർ ഒന്ന് വിസിൽ വന്ന് ഇപ്പോൾ കുക്കറിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ആ മസാല എല്ലാം വെളിയിൽ നിന്ന് കുക്കറെല്ലാം ഒരുമാതിരി ആയിരിക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബീഫ് കേട്ടോ. അപ്പോൾ അടുത്ത ഗസ്റ്റ് വന്നിട്ടുണ്ടേ. അവൻ ഇത് വച്ചപ്പോൾ തൊട്ട് മണം അടിക്കാൻ തൊട്ട് വെന്തോ ചിക്കൻ വെന്തോ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. ചിക്കനൊന്നും അല്ലായിരുന്നു, ബീഫായിരുന്നു. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, എന്നാലും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് നല്ല മുഴുത്ത 2 വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു നല്ല ഫ്ലേവർ എന്നാണ് ബ്രദർ പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഇതിന് വേണ്ട, ഗ്രേവി കുറവാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം മാറ്റിയിട്ട് നല്ലോണം ഒലത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് റെഡിയായി. ഓക്കെ, താങ്ക് യു.